ഹല്ലേലൂയ. ദേശത്തും വിദേശത്തും ചാരത്തും ദൂരത്തുമൊക്കെയുമായിരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒരു വാഗ്ദത്തമാണ്, ഇതൊരു പ്രവചനമാണ്. ഹല്ലേലൂയ. ഈ വാഗ്ദത്ത വചനത്തിലും വചനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുകൾ നിറയപ്പെട്ടതാണ്, അതുപോലെ ഭാരം നിറയപ്പെട്ടതുമാണ്. ബുദ്ധിമുട്ടും ഭാരവുമില്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. എത്ര വലിയ സമ്പന്നനായിരുന്നാലും അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, ഭാരങ്ങളുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ നിരാശിതരായി മാറാതെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്തു തരുന്ന യേശു ഉണ്ട്. ആ യേശുവിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരുവാൻ ദൈവം വിശ്വസന. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ചില ദൂതുകളായിട്ട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തന്നിരിക്കുന്ന ശക്തമായ ആ വെളിപ്പാടിൻ്റെ അനുഭവത്തിലൂടെ പ്രവചന ദൂതുകളാൽ ഞാൻ നിങ്ങളെ ഇന്ന് പകൽ ഈ വചനത്തിലേക്ക് നയിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ മനുഷ്യൻ കുറവുള്ളവനായി ജീവിക്കുവാൻ, വൈകല്യങ്ങളുള്ളവനായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ണ് കാണാത്തവനായി, ചെവി കേൾക്കാത്തവനായി, മുടന്തനായി, ജന്മനാ വൈകല്യമുള്ളവനായി ജീവിതത്തിൽ അല്ലെങ്കിൽ വിവിധ തലങ്ങളിൽ പരാജയം അനുഭവിപ്പാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരുപാട് വൈകല്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് അവനെ വളരെ അലട്ടുന്ന അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ അവനെ ആയിരുന്നാലും അവളെ ആയിരുന്നാലും ആരെ ആയിരുന്നാലും. അപ്പം നമ്മുടെ കുറവുകൾ വരുമ്പോൾ നമുക്ക് വളരെ മാനസിക തകർച്ചകളുണ്ടാകാം. ഹല്ലേലൂയ. അതുപോലെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ജോലിയില്ലാതെ കടന്നു വരുമ്പോൾ, കടഭാരം കടന്നു വരുമ്പോൾ, നിങ്ങൾക്ക് തലചായ്പാൻ ഒരു വീടില്ലാതെ നിങ്ങളുടെ വിദ്യാഭ്യാസം ഓർത്ത്, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം ഓർത്ത്, കുടുംബ ജീവിതം ഓർത്ത് നിങ്ങൾ കടന്നു പോകുന്ന മാരകമായ രോഗങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ചോദിക്കേണ്ട സഹോദര സഹോദരി, ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ നീ ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനെക്കുറിച്ച് നീ ഇതിനടിയിലൊരു അമേലിയ മെസ്സേജ് ഇട്ടാൽ ഞാൻ ആ വിഷയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഞാൻ ഇതിനടിയിൽ എൻ്റെ ഫോൺ നമ്പറൊക്കെ ചേർക്കാറുണ്ട്. നിങ്ങളെന്നെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പം ഗലീലയിലെ കാനാവിലെ കല്യാണത്തെക്കുറിച്ച് നമുക്കറിയാം. യേശുവിനെ ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വിരുന്ന് നടക്കുന്ന സമയത്ത് അവിടെ വീഞ്ഞ് പോരാതെ വന്നു. അന്നത്തെ കാലഘട്ടത്തിൽ പലസ്തീനിലെ കല്യാണങ്ങളിൽ ഏറ്റവും പ്രധാനമേറിയത് വീഞ്ഞാണ്. വീഞ്ഞ് തികയാതെ വരിക എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ക്ഷണിച്ച വീട്ടുടയവൻ്റെ അന്തസ്സിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലാണ് വീഞ്ഞിൻ്റെ പോരാഴി എന്ന് പറയുന്നത്. എന്നാൽ യേശുവിനെ ശിഷ്യന്മാരെ അവിടെ വിളിച്ചെന്ന് യേശു എൻ്റെ അമ്മയായി മറിയുണ്ട്. വീഞ്ഞിൻ്റെ പോരാഴിയെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അമ്മയായി മറിയ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന്. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക വന്നിട്ടില്ല. അതിനുശേഷമായിട്ട് യേശു എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞു, പുറത്ത് കിടക്കുന്ന കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കുവിൻ. ഹല്ലേലൂയ. അങ്ങനെ പുറത്ത് കിടന്ന 6 കൽപ്പാത്രങ്ങളിൽ ഹല്ലേലൂയ ശിഷ്യന്മാർ വെള്ളം കോരി നിറച്ചു. യേശുവിടെ നിങ്ങൾ കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുപ്പിൻ. അപ്പോൾ അതുകൊണ്ടൊന്ന് വിരുന്നുവാഴിക്ക് അവർ രുചിച്ച് നോക്കിയാറെ അവർ മുമ്പ് കുടിച്ച വീഞ്ഞിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളതും രുചിയേറിയതും ലഹരി കൂടിയതുമായ വീഞ്ഞാണ്. ഹല്ലേലൂയ. അപ്പോൾ അവർ ചോദിക്കേണ്ട ആദ്യം എല്ലാവരെയും ഹല്ലേലൂയ മൂത്ത വീഞ്ഞ് കൊടുക്കും, പിന്നീട് എളുപ്പമായത് കൊടുക്കും. നീ ആദ്യം എല്ലാവർക്കും എളുപ്പമായത് കൊടുത്ത് വീര്യം കുറഞ്ഞത് കൊടുത്ത് ഇപ്പം നീ ഏറ്റവും വീര്യം കൊടുത്ത് ഇപ്പോഴാണ് കൊടുക്കുന്നത്. പക്ഷേ വെള്ളം കോരിയ വിരുന്നുവാഴിയും യേശുവല്ലാതെ ഹല്ലേലൂയ ശിഷ്യന്മാരും യേശുവല്ലാതെ ഇതെവിടെ നിന്ന് സംഭവിച്ചു എന്ന് ആരും പറഞ്ഞില്ല. അതേ കാനാവിലെ കല്യാണ വീട്ടിലെ ബുദ്ധിമുട്ട് എന്താണ്? വീഞ്ഞിൻ്റെ പോരാഴികയാണ്. അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, യേശു ക്രിസ്തുവിന് എല്ലാ മേഖലയിലും ഇടപെടാൻ പറ്റും. ഞാൻ ഈ ദൈവത്തെ പറയുമ്പോൾ നിങ്ങളുടെ പോരായ്മ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നിങ്ങൾ കർത്താവിനോട് പറയണം. കർത്താവിനോട് പറയുകയാണെങ്കിൽ ദൈവം അതിനുവേണ്ടി അത്ഭുതം ചെയ്യും. അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കുറവുകളെ ഓർത്ത് നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് തകർന്ന് ആ ബുദ്ധിമുട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ കൊണ്ടു നടക്കാതെ അത് നിങ്ങൾ യേശുവിനോട് പറയുകയാണെങ്കിൽ കനാവിലെ കല്യാണ വീട്ടിലെ ഹല്ലേലൂയ വീഞ്ഞിൻ്റെ പോരായ്മയെ തീർത്തവിടെ ബുദ്ധിമുട്ട് തീർത്ത കൊടുത്ത ദൈവം നിൻ്റെയും സകല പ്രശ്നത്തിനും മറുപടി നൽകും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഞാനിന്ന് പകൽ ഈ ദൈവത്തിനും പറയുമ്പോൾ
നിങ്ങൾ ചിലർ വളരെ ബുദ്ധിമുട്ടി കടന്നു പോവുകയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട്, കടക്കടി കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ട് കടക്കാരൻ വന്നാൽ എന്ത് പറയും, എന്ത് ചെയ്യും, ഒരു ജോലിയില്ലാതെ ഭാരപ്പെട്ട് കുടുംബം എങ്ങനെ പോറ്റും, ശാരീരികമായി ബലഹീന, ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല, ലോണെടുത്ത് തിരിച്ചടയ്ക്കാൻ പൈസ കയ്യിലില്ല. അങ്ങനെ വിവിധമായി ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തീർത്ത് തരുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിൻ്റെ ബുദ്ധിമുട്ട് തീർക്കാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അവൻ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ ഞാനും അനവധി ബുദ്ധിമുട്ടുകളുടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് ഭാരങ്ങളൊക്കെ എനിക്കുമുണ്ട്. പക്ഷേ നമ്മുടെ ഭാരങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ വരുമ്പോൾ നമുക്ക് ഓടിപ്പോയി മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ആത്മഹത്യ ചെയ്യുവാനോ ഇവിടെ ജീവിതം ഒടുക്കിക്കളയാനോ ഒന്നും പറ്റില്ലല്ലോ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ ജീവിതം ഒടുക്കിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ പരിഹരിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് നമ്മൾ യേശുവിൽ ആശ്രയിക്കുക. ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാണ്. അപ്പം ചിലരോടൊക്കെ പറഞ്ഞാൽ അവർ പറയും, എൻ്റെ പാസ്റ്ററെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥന ചൊല്ലാൻ അറിയത്തില്ല, പിന്നെ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അവരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാവുന്ന നിലയിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്ന, നിങ്ങളിലൊരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ വത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവനും ലഭിക്കുമെന്ന്. നമുക്കെല്ലാവർക്കും ഒരുപോലെ ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ജ്ഞാനം കുറഞ്ഞ വ്യക്തിയും ഒക്കെയാണ്. എന്നെക്കാൾ ഒരുപാട് ജ്ഞാനമുള്ളവർ എനിക്ക് എന്നെ കൂടാതെ ഭൂമിയിലുണ്ട്. അവരുടെ നടുവിൽ ഞാൻ ജ്ഞാനം കുറഞ്ഞവനാണ് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആ അപകർഷതാബോധം എൻ്റെ ഉള്ളിൽ ജനിപ്പിച്ചെടുക്കാതെ നമ്മൾ ജ്ഞാനം കുറവാകുന്നു എന്ന് മനസ്സിലാക്കി സകല മനുഷ്യർക്ക് ജ്ഞാനം കൊടുക്കുന്ന ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ജ്ഞാനത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ ജ്ഞാനം പകരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ തളർന്നു പോകരുത്. അതുപോലെ വേദപുസ്തകം പറയുന്നത് 1 തെസ്സലോനിക്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കും, നിങ്ങളുടെ വിശ്വാസം കുറയുന്ന സമയത്ത് കർത്താവിൻ്റെ അടുക്കൽ അതിനെ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുക, അപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. പലപ്പോഴും നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ ബലഹീനരായി മാറും. നമ്മൾ ബലഹീനരായി മാറുമ്പോൾ എവിടെയെങ്കിലും തളർന്ന് കിടക്കുന്ന പോലെ പോയി കിടക്കും. അതിലൂടെ നമ്മൾ വീണ്ടും ക്ഷീണാവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം കുറയുമ്പോൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അപേക്ഷിക്കണം, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ നീക്കി എൻ്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല കുറവുകളെ നികത്തിത്തരാൻ ദൈവം ആഗ്രഹിക്കുക. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അത് നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുവാൻ, നടത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് വിവിധമായി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സ്നേഹിതരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏത് ബുദ്ധിമുട്ടാണോ ആ ബുദ്ധിമുട്ട് ഇപ്പം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥനയിൽ ചേർന്ന് നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ എൻ്റെ ബുദ്ധിമുട്ടൊന്ന് തീർത്ത് തരണമേന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തീർത്ത് തരുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽ കർത്താവേ സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വിവിധ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളിലൂടെ കടന്നുപോയി മനം തകർന്ന് കണ്ണുനീരോടെ ആയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് പകൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ. മരണ നിഴലിൻ താഴ്വരയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, എന്ത് ചെയ്യണം അറിയിക്കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്കെല്ലാം ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ ആ സമാധാനം എല്ലാവരുടെയും കൈ കൊടുത്ത് അവരുടെ ബുദ്ധിമുട്ടുകളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.